ഈ അവര് പറഞ്ഞതിനെ അംഗീകരിക്കുന്നവരുണ്ടാവാം. അതിനകത്ത് കൂടുതലും എല്ലാവരുടെയും ഉള്ളിൽ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. കുട്ടി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫിനെ സംബന്ധിച്ച്. ഒരാണും പെണ്ണും കല്യാണം കഴിക്കുന്നത് ഒരു കുട്ടി ഉണ്ടാക്കാനല്ലല്ലോ, അല്ലെങ്കിൽ അതല്ലല്ലോ അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അവിടെ ഓഡിയൻസിലെന്താ ഒരു ചേച്ചി കുട്ടി ഉണ്ടാക്കാൻ തന്നെയാണ് കല്യാണം കഴിക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായി പോയി. ഞാൻ ഇങ്ങനെ ആ ചേച്ചി അവര് എഴുന്നേറ്റ് കുട്ടി ഉണ്ടാക്കാൻ തന്നെയാ കല്യാണം കഴിക്കുന്നതെന്ന്. 2 പിള്ളേരെ ഉണ്ടാക്കി അവരെ നമ്മളെങ്ങനെ മാറോട് ചേർത്ത് കിടക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, പിന്നെ എന്താന്നൊക്കെ ഇങ്ങനെ പബ്ലിക് സ്റ്റേജിൽ അവര് അത്ര ഓപ്പൺ ആയിട്ടാ പറഞ്ഞത്. പക്ഷെ പക്ഷെ ഈ അവര് പറഞ്ഞതിനെ അംഗീകരിക്കുന്നവരുണ്ടാവാം. അതിനകത്ത് കൂടുതലും അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നേ. അവരെ അംഗീകരിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ എന്നിട്ട് തിരിച്ചു പറഞ്ഞു, ഇത് തികച്ചും ചേച്ചിയുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ചേച്ചി പറഞ്ഞത്. ഇതൊരിക്കലും ഞാൻ അംഗീകരിച്ചു തരില്ല, കാരണം ഞാൻ അങ്ങനല്ല. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞതും എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ യോജിക്കുന്നവർക്ക് യോജിക്കാം, ഇല്ലാത്തവർക്ക് ഇല്ലാതിരിക്കാം എന്ന് പറഞ്ഞപ്പോ അമ്മുമ്മമാരടക്കം അമ്മമാരടക്കം ചേച്ചിമാരടക്കം കൈയടിച്ചു. എല്ലാവരുടെയും ഉള്ളിൽ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചേച്ചിമാരെയും ആന്റിമാരെയും അമ്മൂമ്മമാരെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, അല്ല അവര് പറഞ്ഞു ശരിയാണ് മോള് പറഞ്ഞ കാര്യം. ഞാൻ എന്തിനു പറഞ്ഞേ, നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് അതായത് നമുക്ക് മെന്റൽ സപ്പോർട്ട് തരാനും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. അല്ല അത് പിന്നെ മാത്രല്ല, കുട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ച്. കാരണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനുള്ളൊരു ഫ്രീഡം വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം. എല്ലാത്തിനുപരി ഒരു വൈഫ് ഹസ്ബൻഡ് എന്നുള്ളത് നിലയ്ക്ക് അല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് എന്ത് പറയാൻ പറ്റണം. നമ്മൾ ഒരുത്തൻ നോക്കിന്നാണെങ്കിലോ തോണ്ടിന്നാണെങ്കിലോ പിച്ചിന്നാണെങ്കിലോ, ഇനി നമ്മൾ ഒരുത്തനെ നോക്കിയെന്നുള്ളതാണെങ്കിൽ പോലും നമുക്ക് അയാളോട് പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ പിന്നെയും പറയുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ താഴെ പോങ്കാലം വരും എനിക്ക്. അല്ല അത് വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേഴ്സണൽ ഒരു ഇതിൽ നിന്നാണ് ഞാൻ പറയുന്നത്.